അതല്ലേ രസം. അപ്പോൾ ഇത്ര സാധനങ്ങളുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെക്സ്റ്റ് അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളി. നമുക്ക് വേണമെങ്കിൽ 2 ഉപയോഗിക്കാം, 3 ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ 3 സവാള, 1 കുറച്ച് വറുക്കാനും 2 അതിലേക്ക് കേട്ടോ ബിരിയാണിയിൽ. പിന്നെ വെളുത്തുള്ളി, ഇതാ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ പച്ചമുളക് 4. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇതിപ്പോൾ എരിവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ 4 ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമുക്കൊന്ന് മുറിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഉള്ളി ഇവിടെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ മുഴുവൻ ആവശ്യമില്ല, കുറച്ച് ഇത്ര ഭാഗം നമ്മൾ പൊരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് മസാല. അപ്പോൾ ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്ര സാധനങ്ങളൊന്ന് ചതച്ചുകൊണ്ട് വരണം. ഇത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ കട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇത് ചതഞ്ഞാൽ മതി കേട്ടോ. തക്കാളി കട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര സാധനമാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഇത്ര സാധനമാണ് ബിരിയാണിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ ഈ ഒരു പാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണയും നെയ്യൊക്കെ വെക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട് പാത്രം. അപ്പോൾ നമുക്കിതിലേക്ക് അരി ഇടാം. അപ്പോൾ അത് ഉള്ളി കണ്ടു വരുമ്പോൾ അരി നമുക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ്, അതായത് ഈ ഒരു വലിയ കപ്പിൽ ഞാൻ 2 കപ്പ് പിന്നെ ബസ്മതി റൈസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ബസ്മതി റൈസ് അല്ല കേട്ടോ, ഇത് ജീരകശാല റൈസാണ്. ഇതാണ് കൂടുതൽ നല്ലത്, കാരണം ബിരിയാണിയുടെ ഒറിജിനൽ ചോറ് അത് കിട്ടും. അപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. നല്ല ചെറിയ അരിയാണ്, നല്ല അരിയാണ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല അരിയാണ്, ചെറിയ അരിയാണ്, നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് വരുമ്പോൾ ഞാൻ ഇതിൽ രണ്ടാമത്തത് കഴിക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ 4 കഴിക്കാം, 2 കപ്പിൽ 4 കഴിക്കാം. ഞങ്ങളുടെ 2 കപ്പ് ബിരിയാണി എല്ലാം ഉണ്ടെങ്കിൽ, കാരണം ബിരിയാണിക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കും നീട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇടുന്നത്. അതിൻ്റെ ഒരു സവാള കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ അവിടെ മാറ്റി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഇത് ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല ചേർത്തിട്ട് നന്നായിട്ട് കൈകാണ്ട് ഇതിൻ്റെ പച്ച നമുക്ക് പോകണം. ഇതിൽ നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ തക്കാളി നന്നായിട്ട് വേവട്ടെ. തക്കാളി ഇടുന്നുണ്ട്. തക്കാളി നന്നായിട്ട് വഴറ്റാം. നന്നായിട്ട് വെന്തുക. കാരണം ഇതൊരു കൊള്ളുന്നൊരു കഴിവുണ്ടല്ലോ, നമ്മൾ വെന്തിട്ട് നല്ല മുട്ട റോഷനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഉള്ളിയൊക്കെ നമ്മളിങ്ങനെ കടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ വെന്ത് കൊള്ളും. ആ ഒരു ടേസ്റ്റാണ് ബിരിയാണിക്ക് വേണ്ടത്. അപ്പോൾ നമ്മളത് നന്നായിട്ട് വഴറ്റി കൊടുക്കും. അപ്പോൾ നമുക്കിത് വഴറ്റിയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ലേശം വെള്ളം വയ്ക്കുന്നത്, കാരണം ഇത് നന്നായിട്ട് വെന്ത് വരത്തില്ല. ലേശം ഇട്ടാൽ കേട്ടോ അതിലേക്ക് ഒരു കഴിവ് നന്നായിട്ട് വെന്ത്. കാരണം ഇതിൽ നമ്മൾ പിന്നെ ഇങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ചാൽ അത് അതിൻ്റെ ഒരു പരിവൊക്കെ മാറി വ്യത്യാസം ടേസ്റ്റൊക്കെ മാറി വരും. കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇടാണെങ്കിൽ ഓൾറെഡി ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയപ്പോൾ അത് പിന്നെ അതിൽ നിൽക്കുകയാണെങ്കിൽ അടുക്കി വയ്ക്കേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മൂന്ന് വെക്കുന്ന മാത്രം ചേർക്കണം. അതിൽ നമുക്ക് മൂടി കുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. ഇത് മസാലയ്ക്ക് വേണം. പിന്നെ തന്നിട്ടുണ്ട് മുകളിലേക്ക് കുറച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ളി വെച്ചിട്ടുണ്ട്.
ഉള്ളി വെച്ചിട്ട് പോലെ കേട്ടോ, അത് പെട്ടെന്ന് കഴിയാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് നമ്മൾ വഴറ്റാം. പോകേണ്ട എന്തൊക്കെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴാണ് കല്യാണത്തിൽ കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ബിരിയാണിക്ക് ഉണ്ടാക്കാൻ പഠിച്ചത്. ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് എടുത്തത്. ഒരുപാട് വീഡിയോസ് ഉണ്ടെങ്കിൽ ഓരോരോ സംസ്ഥാനത്തിലൊക്കെ ഒരു ജില്ലയിലൊക്കെ വേറെ വേറെ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവരുടെ രുചിയിലും പിന്നെ മണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ബിരിയാണി. അപ്പോൾ ഞാനൊരുപാട് വീഡിയോസിൽ കണ്ട് അതൊക്കെ കൂട്ടിക്കൊഴിച്ച് പിന്നെ ഞാൻ പഠിച്ചു അങ്ങനെയൊക്കെ. ഇതിന് ഇപ്പോഴത്തെ പിന്നെ പാട് തുടങ്ങുന്നില്ല സംഭവം ഇപ്പോഴുള്ള കാര്യമാണ് ബിരിയാണി. അതുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കാൻ അതുകൊണ്ട് അത്രയ്ക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ല ഇതിന്. നന്നായിട്ട് വഴഞ്ഞൊക്കെ ഏകദേശം കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ കളർ മാറി വരുന്നുണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചിടാം. നമ്മൾ കളർ മാറി വന്നിട്ട് നമുക്ക് ഇതിനെ എടുക്കാം കോര കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട്. കടന്നെടുക്കുന്നുണ്ട് നന്നായിട്ട് വേട്ടെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയാണ് ഇടുന്നത്. അതൊന്ന് വഴിച്ചെടുക്കാം. ഇത് സവാളയുടെ കൂടി ഒന്നിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം അത് പെട്ടെന്ന് കുക്കായി അധികം കുക്കായി ഒരു കരിഞ്ഞു വരും. അതുകൊണ്ട് ഞാനത് വേഗം പെട്ടെന്ന് കിട്ടും. അതൊന്ന് ജസ്റ്റ് നീറ്റ് വരട്ടെ. അതിൽ നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്ന് കോരി മാറ്റാം. നമ്മൾ അടുത്തത് ഈ ബിരിയാണിയുടെ പ്രിപ്പറേഷനാണ്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചേർക്കണം മല്ലിയിലും പുതിനയിലും അത് ചേർക്കാം. പുതിന രണ്ടോ നിമിഷം കേട്ടോ. കുറച്ച് നമുക്ക് തന്നെ ചേർക്കും. നന്നായിട്ട് കുക്കാവും. ഇതിന് നന്നായിട്ട് വേണം ഇതിൽ. അതിൻ്റെ ഇത് കുറച്ച് പോലും അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി ഉള്ളിയിലും തക്കാളികളൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർക്കാം. നമുക്കിത് ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ചേർക്കാം. ഏകദേശം നമുക്ക് ഗരം മസാല പൊടി ചേർക്കാം. ചേർക്കണമെന്നില്ല, ബിരിയാണി മസാല ഏകദേശം ഉണ്ട്. അപ്പം നമ്മളിവിടെ കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് ചേർക്കുന്നുണ്ട്. കാരണം ഓൾറെഡി മസാല പൊടിച്ചിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മസാല ഉണ്ടെങ്കിൽ കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയെങ്കിൽ ആ ഒരു മസാലയുടെ കുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ലേശം ഇത്ര ചേർക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് വളർന്നെടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കാരണം പച്ചമുളകിലൊക്കെ എരിവുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അധികം എരിവ് വേണമെന്നില്ല. എരിവ് കുറച്ച് മധുരമാണിത് വേണ്ടത്. ബിരിയാണി പറഞ്ഞാൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് നന്നായിട്ട് മധുരമൊക്കെ ഉണ്ടാവില്ല. അതാണ് ആവശ്യം. അപ്പോൾ നമ്മൾ അധികം ചേർക്കണമെന്നില്ല. കുട്ടികളാണ് ഇതിലേക്ക് ലേശം ഉപ്പ് ചേർക്കട്ടെ. ഇതിലേക്ക് ഈ മസാലയ്ക്ക് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓൾറെഡി ചിക്കൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളല്ല കുറച്ച് ഇടുന്നത്. അപ്പോൾ ഈ മസാലയ്ക്ക് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് ഒന്നുകൂടി വഴറ്റാം. ചിക്കൻ ലേശം വെള്ളം ഒഴിക്കാം. ലേശം ഒഴിച്ചാൽ മതി. കാരണം ചിക്കനിന് ഓൾറെഡി വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ലേശം ഈ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ. അതുകൊണ്ട് ചിക്കൻ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി ഒഴിക്കാം എല്ലാവരായിട്ടും മസാല പിടിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതൊരു 10 മിനിറ്റ് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ഈ കുക്കറിലാണ്. കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യും പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം നെയ്യ് തന്നെ ഒഴിച്ചെങ്കിൽ അത് റൈസുമായിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ലേശം അതിൽ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇടാം. ഇത് ബിരിയാണിക്ക് ഇടുന്ന അറിയാലോ നിങ്ങൾക്ക്.